ഗാസയിൽ ഹമാസിന്റെ സമ്പൂർണ്ണ നിരായുധീകരണം. BLM കേരള, തമിഴ്നാട്, പോണ്ടിച്ചേരി. ചരിത്രപരമായ കരാർ പ്രഖ്യാപിച്ച് ട്രംപ്. ഹമാസിനെയും മറ്റ് സായുധ സംഘങ്ങളെയും നിരായുധീകരിക്കാൻ ബോർഡ് ഓഫ് പീസ് കരാറിലെത്തിയതായി അമേരിക്കൻ പ്രസിഡന്റ് ഡൊണാൾഡ് ട്രംപ്. ഘട്ടങ്ങളായാണ് കരാർ നടപ്പാക്കുകയെന്നും നിരായുധീകരണം പൂർത്തിയാകുന്ന മുറയ്ക്ക് ഇസ്രായേലി സൈന്യം ഗാസയിൽ നിന്നും പിന്മാറുമെന്നും ട്രംപ് വ്യക്തമാക്കി. തുടർന്ന് അന്താരാഷ്ട്ര സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് ഗാസയുടെ പുതിയ ഭരണകൂടവുമായി ചേർന്ന് പ്രവർത്തിക്കും. ഗാസ ഇസ്രായേലിനെതിരെയുള്ള ഭീകരാക്രമണങ്ങൾക്ക് ഇനി താവളമാകില്ലെന്നും ട്രംപ് പറഞ്ഞു. ട്രൂത്ത് സോഷ്യലിലാണ് ട്രംപിന്റെ പോസ്റ്റ്. മധ്യസ്ഥ രാജ്യങ്ങളായ ഈജിപ്തിനും ഖത്തറിനും തുർക്കിക്കും പോസ്റ്റിൽ ട്രംപ് നന്ദി പറഞ്ഞിട്ടുണ്ട്. ഹമാസ് ട്രംപിന്റെ പോസ്റ്റിനോട് ഔദ്യോഗികമായി പ്രതികരിച്ചിട്ടില്ല. അതേസമയം ഗാസയിലെ ഭരണസമിതി പിരിച്ചുവിട്ടതായി ഹമാസ് നേരത്തെ പ്രഖ്യാപിച്ചിരുന്നു. 20 വർഷത്തെ ഭരണത്തിന് ശേഷമായിരുന്നു ഹമാസിന്റെ പിന്മാറ്റം. പലസ്തീൻ ഉദ്യോഗസ്ഥനായ അലി ഷാത്തിന്റെ നേതൃത്വത്തിലുള്ള നാഷണൽ കമ്മിറ്റി ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ ഇനി ഗാസയുടെ ഭരണം ഏറ്റെടുക്കും. ട്രംപ് സ്ഥാപിച്ച ബോർഡ് ഓഫ് പീസാണ് 6 മാസം മുൻപ് നാഷണൽ കമ്മിറ്റി ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ രൂപീകരിച്ചത്. കഴിഞ്ഞ ഒക്ടോബറിലെ വെടിനിർത്തൽ കരാറിനെ പ്രധാന വ്യവസ്ഥയായിരുന്നു ഭരണം ടെക്നോക്രാറ്റുകളുടെ സമിതിക്ക് കൈമാറണമെന്നത്. ഈജിപ്തിലെ കെയ്റോയിൽ മറ്റ് പലസ്തീൻ സംഘടനകളുമായി നടത്തിയ ചർച്ചകൾക്കു ശേഷമാണ് ഹമാസ് നിർണായക തീരുമാനമെടുത്തത്. പലസ്തീൻ ഇസ്ലാമിക പ്രസ്ഥാനം ആയുധങ്ങൾ നിർത്തലാക്കുന്നതുൾപ്പെടെയുള്ള ഒരു കരാറിലേക്ക് പുരോഗമിക്കുകയാണെന്ന് കെയ്റോയിൽ മധ്യസ്ഥരുമായി നടന്നുകൊണ്ടിരിക്കുന്ന ചർച്ചകളെക്കുറിച്ച് പരിചയമുള്ള വൃത്തങ്ങൾ AFPയോട് പറഞ്ഞതിന് ശേഷമാണ് ട്രംപിന്റെ പ്രഖ്യാപനം വന്നത്. ഇന്ന് ഹമാസിന്റെയും ഗാസയിലെ മറ്റെല്ലാ സായുധ ഗ്രൂപ്പുകളുടെയും സമ്പൂർണ്ണ നിരായുധീകരണത്തിനായുള്ള ചരിത്രപരമായ ഒരു കരാർ സമാധാന ബോർഡ് എത്തി. ശാശ്വത സമാധാനത്തിനും സുരക്ഷയ്ക്കും വേണ്ടിയുള്ള ഒരു മഹത്തായ ചുവടുവയ്പ്പാണിത്. നിരായുധീകരണം ശ്രദ്ധാപൂർവം ഘടനാപരമായ ഘട്ടങ്ങളിലൂടെ നടക്കുമെന്ന് ട്രംപ് തന്റെ ട്രൂത്ത് സോഷ്യൽ പ്ലാറ്റ്ഫോമിൽ എഴുതി. നിരായുധീകരണം പൂർത്തിയാകുന്നതോടെ ഇസ്രായേൽ സൈന്യം പിൻവാങ്ങും. ഗാസയിലെ താമസക്കാർക്കും അയൽക്കാർക്കും സുരക്ഷിതമായിരിക്കുന്നതിന്റെ ഉത്തരവാദിത്തം ഏറ്റെടുക്കാൻ ഇന്റർനാഷണൽ സ്റ്റെബിലൈസേഷൻ ഫോഴ്സ് പുതിയ പലസ്തീൻ പോലീസ് സേനയുമായി പ്രവർത്തിക്കും. ഈജിപ്ത്, ഖത്തർ, തുർക്കി എന്നിവിടങ്ങളിൽ നിന്നുള്ള മധ്യസ്ഥർക്ക് നന്ദി പറഞ്ഞുകൊണ്ട് അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഒക്ടോബർ മുതൽ ഇസ്രായേലും ഗാസയിൽ ഹമാസും തമ്മിൽ നിലവിലുണ്ടായിരുന്ന വെടിനിർത്തൽ കരാറിന്റെ പുരോഗതിയിലെ പ്രധാന തടസ്സങ്ങളിലൊന്നാണ് ഹമാസിന്റെ നിരായുധീകരണത്തിന്റെ മുന്നിലുള്ള പ്രശ്നം. വെടിനിർത്തൽ പ്രഖ്യാപിച്ചിട്ടും ഗാസയിൽ ആക്രമണം തുടരുകയാണ്. വ്യാഴാഴ്ച ഇസ്രായേൽ നടത്തിയ ആക്രമണത്തിൽ 2 കുട്ടികൾ ഉൾപ്പെടെ 4 പേർ കൊല്ലപ്പെട്ടതായി ആരോഗ്യ ഉദ്യോഗസ്ഥർ പറഞ്ഞു. ഗാസയിലെ വെടിനിർത്തൽ മധ്യസ്ഥരുടെ ഒരു യോഗം ഉടൻ കെയ്റോയിൽ നടക്കുമെന്ന് അമേരിക്ക, ഖത്തർ, തുർക്കി എന്നിവരും ഉൾപ്പെടുന്നതായി സ്റ്റേറ്റ് ലിങ്കുള്ള അൽ ഖഹേര ന്യൂസ് വെള്ളിയാഴ്ച രാവിലെ ഈജിപ്തിൽ റിപ്പോർട്ട് ചെയ്തു. കൂടിക്കാഴ്ച എപ്പോൾ നടക്കുമെന്ന് വാർത്താ ഏജൻസി വ്യക്തമാക്കിയിട്ടില്ല. എന്നാൽ ഗാസ വെടിനിർത്തൽ പദ്ധതിയുടെ 2ാം ഘട്ടം നടപ്പിലാക്കുന്നതിനെ കുറിച്ച് ചർച്ച ചെയ്യുമെന്ന് പറഞ്ഞു. ഇതിനായി ഹമാസും പലസ്തീൻ വിഭാഗങ്ങളും സമ്മതിച്ചിട്ടുണ്ട്. ഗാസയ്ക്കായുള്ള ട്രംപിന്റെ 20 പോയിന്റ് സമാധാന പദ്ധതി പ്രകാരം വെടിനിർത്തലിന്റെ 2ാം ഘട്ടത്തിൽ ഹമാസിന്റെ നിരായുധീകരണവും പ്രദേശത്ത് നിന്നും ഇസ്രായേൽ സൈന്യത്തെ ക്രമേണ പിൻവലിക്കലും ഉൾപ്പെട്ടിരുന്നു. ഗാസയുടെ യുദ്ധാനന്തര പരിവർത്തന ഘട്ടത്തിൽ ദൈനംദിന ഭരണം ഏറ്റെടുക്കുന്നതിന് പലസ്തീൻ ടെക്നോക്രാറ്റുകളുടെ ഒരു കൂട്ടം നാഷണൽ കമ്മിറ്റി ഫോർ ദി അഡ്മിനിസ്ട്രേഷൻ ഓഫ് ഗാസ എന്നിവയ്ക്കും പദ്ധതി വ്യവസ്ഥ ചെയ്യുന്നു. എല്ലാ ആയുധങ്ങളും നിർത്തലാക്കുകയും സാങ്കേതിക സർക്കാരിന് പൂർണ്ണ അധികാരം കൈമാറുന്നതിനായി ഘട്ടം ഘട്ടമായുള്ള ഉത്തരവാദിത്ത കൈമാറ്റം നടക്കുകയും ചെയ്തുകൊണ്ട് സന്തുലിതവും പ്രായോഗികവുമായ ഒരു പാത മുന്നോട്ട് കൊണ്ടുപോകുന്ന നടപ്പാക്കൽ റോഡ് മാപ്പ് തങ്ങൾ തുടർന്ന് മുന്നോട്ട് കൊണ്ടുപോകുന്നുവെന്ന് ഒരു നയതന്ത്ര സ്രോതസ് AFPയോട് പറഞ്ഞു. ചില ആയുധങ്ങൾക്കോ ചില ആളുകൾക്കോ ഒരു അപവാദവും ഉണ്ടാകില്ല. ഒരു അധികാരം, ഒരു നിയമം, ഒരു ആയുധം എന്ന് പേര് വെളിപ്പെടുത്തരുതെന്ന വ്യവസ്ഥയിൽ ഈ വിഷയത്തിൽ പരസ്യമായി സംസാരിക്കാൻ അധികാരമില്ലാത്തതിനാൽ സംസാരിച്ച ഉറവിടം പറഞ്ഞു. ന്യൂസ് ഡെസ്ക് കർമ്മ ന്യൂസ്.